ഈ വിമാനത്തിൻ്റെ ഫ്ലാപ്പുകൾ എന്തുകൊണ്ടാണ് ഉയർന്നു തന്നെ ഇരുന്നത്, നേരെ ഇരുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. സാധാരണ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്തും വിമാനത്തിൻ്റെ ഫ്ലാപ്പുകൾ താഴ്ത്തിയ നിലയിൽ കാണാം. പ്രേക്ഷകർക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. താഴ്ന്നു കഴിയുന്ന സമയത്താണ് വിമാനം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വിമാനത്തിൻ്റെ ഫ്ലാപ്പുകൾ ഉയർത്തുക. ചിറകിൻ്റെ താഴെയുള്ള ഫ്ലാപ്പുകൾ താഴ്ന്നിരിക്കുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഫ്ലാപ്പുകൾ ഇവിടെ കാണുന്നത് താഴ്ന്നിരിക്കുന്ന നിലയിലാണ്. ഇതാണ് വിമാനത്തിൻ്റെ ചിറകുകളോട് ചേർന്നിട്ടുള്ള ഫ്ലാപ്പുകൾ എന്ന് പറയുന്നത്. ഈ ഫ്ലാപ്പുകൾ താഴ്ന്നിരുന്നാൽ മാത്രമേ വിമാനത്തിന് മുകളിലേക്കുള്ള ഒരു തള്ളൽ കിട്ടത്തുള്ളൂ. ആ ലിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാപ്പുകൾ താഴ്ത്തി വെച്ചിട്ടുണ്ടാവുക. ഏതെങ്കിലും തരത്തിൽ ഫ്ലാപ്പുകൾ താഴെയല്ല നേരെയാണ് ഇരിക്കുന്നതെങ്കിൽ വിമാനത്തിന് ഉദ്ദേശിച്ച അത്ര ലിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഈ വിമാനത്തിലെ ദൃശ്യങ്ങൾ നോക്കൂ. വിമാനത്തിൻ്റെ CCTVയുടെ ഇമേജ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ ഫ്ലാപ്പുകൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഫ്ലാപ്പുകൾ ചിറകിനോട് ചേർന്ന് നിൽക്കുന്നത് കാണാം, അഥവാ ചിറകിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നത് കാണാം. സാധാരണ ഫ്ലാപ്പുകൾ നമ്മൾ ഈ വരച്ച ഭാഗത്തേക്ക് താഴ്ന്ന് കാണേണ്ടതാണ്. എന്നാൽ ഫ്ലാപ്പുകൾ അവിടെ കാണാൻ കഴിയുന്നില്ല സൂക്ഷ്മമായ പരിശോധനയിൽ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയറുകൾ പ്രേക്ഷകർക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയറുകൾ, വിമാനത്തിൻ്റെ വീലുകൾ സാധാരണ 400 അടി ഉയരത്തിലേക്ക് എത്തിയാൽ ആ ലാൻഡിംഗ് ഗിയർ പ്രവർത്തിക്കുകയും ലാൻഡിംഗ് ഗിയർ വഴി വിമാനത്തിൻ്റെ ഈ വീലുകൾ ഉള്ളിലേക്ക് വലിയുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഇവിടെ ദൃശ്യങ്ങളിൽ ഫ്ലാപ്പുകൾ നേരെയിരിക്കുന്നതും ഒപ്പം ലാൻഡിംഗ് ഗിയറുകൾ പ്രവർത്തനക്ഷമമല്ലാത്ത രീതിയിൽ താഴേക്ക് താഴ്ന്നിരിക്കുന്നതായിട്ട് കാണാം. സാധാരണ വിമാനം 400 അടിക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഉള്ളിലേക്ക് വലിയേണ്ട ലാൻഡിംഗ് ഗിയറുകൾ എന്തുകൊണ്ട് ഉള്ളിലേക്ക് വലിയാതിരുന്നു? അത് ലാൻഡിംഗ് ഗിയറുകളെ നിയന്ത്രിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിന് സംഭവിച്ച വീഴ്ചയാണോ? ക്വസ്റ്റ്യൻ നമ്പർ 1. എന്തുകൊണ്ടാണ് ഈ ഫ്ലാപ്പുകൾ താഴ്ത്താതെ നേരെ ഇരുന്നത്? അങ്ങനെ നേരെ ഇരുന്നത് വഴി വിമാനത്തിൻ്റെ ലിഫ്റ്റ് എന്തുകൊണ്ടാണ് പ്രവർത്തനക്ഷമമാകാതെ പോയത്? അത് വിമാനത്തിൻ്റെ ലിഫ്റ്റിനെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ലിഫ്റ്റ് ചെയ്യാതെ വേണ്ടത്ര സപ്പോർട്ട് കിട്ടാതിരിക്കുന്ന, ഒരു തള്ളൽ കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ വിമാനത്തിൻ്റെ മുകൾ ഭാഗം, അതിൻ്റെ വിമാനത്തിൻ്റെ മൂക്ക് നോസ് ഉപയോഗിച്ചുകൊണ്ട് ഉയർത്താൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും വിമാനം സ്റ്റാൾ ചെയ്യും, വിമാനം താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ രണ്ടു കാര്യങ്ങളുമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അതേതെങ്കിലും തരത്തിൽ സാങ്കേതികമായിട്ടുള്ള ഒരു തകരാർ വിമാനത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ടേക്ക് ഓഫ് ചെയ്ത സെക്കൻഡുകൾക്കുള്ളിൽ പൈലറ്റിന് ബോധ്യപ്പെട്ടപ്പോൾ പൈലറ്റ് പാനിക് ആവുകയും പൈലറ്റ് ഒരു എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടി വിമാനം പെട്ടെന്ന് തിരിച്ച് വീണ്ടും റൺവേയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഫ്ലാപ്പുകൾ താഴ്ത്താതിരുന്നത്? അതിനുവേണ്ടിയാണോ ലാൻഡിംഗ് ഗിയറുകൾ ഉള്ളിലേക്ക് വലിക്കാതിരുന്നത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം.